ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ബോണസ് ലൈഫ് ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്തു വരുന്നു. പിന്നെ സെക്കൻഡ് ചാൻസ് സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു അടുത്തൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വെച്ച് നമ്മുടെ ആപ്ലിക്കേഷന് അത് റീസെറ്റിംഗ് ദി ഗെയിമാണ്. ലൈക്ക് നമ്മുടെ ഗെയിം കഴിയുന്ന ടൈമിൽ ലൈക്ക് നമുക്കിവിടെ 3 ഓപ്ഷനാണ് വരുന്നത്. ഐദർ നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ നമ്മൾ തോറ്റു, അല്ലെങ്കിൽ പിന്നെ ഡ്രോ മാച്ച് ആണെന്ന് എഴുതിയേക്കുന്നത്. സോ ബേസിക്കലി വിൻ ലോസ് ഡ്രോ എന്നീ 3 കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ ഈ ഗെയിം റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് സ്റ്റാർട്ടായിട്ട് തുടങ്ങാൻ പറ്റും. ഓക്കെ, റൈറ്റ് നൗ നമ്മൾ എന്താ ചെയ്തിട്ട് വിൻ ചെയ്താലും ലോസ് ചെയ്താലും ഈവൻ ഡ്രോ ചെയ്താലും യുഐയിൽ സെയിം തന്നെയാണ് നമ്മളോട് കാണിക്കുന്നത്, ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ കണ്ടോ യുഐയിൽ സെയിം തന്നെ കാണിക്കുന്നത്, വാല്യൂ റിമെയിൻ സെയിം ആണ്. ഗെയിം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവുന്നില്ല. ഓക്കെ, യൂസർ മാനുവൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ റീലോഡ് ചെയ്യേണ്ടി വരും. ഇവിടെ റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അത് അത്ര നല്ലതല്ല ആക്ച്വലി അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് നമുക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ഒരു റീസെറ്റ് ഫംഗ്ഷൻ എഴുതാമെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമുക്ക് വെൻഡർ ഡോട്ട് ജെ എസിൽ നമ്മുടെ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. റീസെറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓൾറെഡി അവൈലബിൾ ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗെയിം റീസെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബട്ട് നമ്മുടെ വാല്യൂസൊക്കെ റീസെറ്റ് ചെയ്യണം ഇൻറ്റേർണലി. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, പേര് റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു തൽക്കാലം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് മോൺസ്റ്റർ ഹെൽത്ത് ഈക്വൽ ടു ചൂസ് മാക്സ് ലൈഫ് കൊടുത്തു. പിന്നെ കറണ്ട് പ്ലെയർ ഹെൽത്ത് ഞാൻ എന്ത് ചെയ്തു, ഈക്വൽ ടു ചൂസ് മാക്സ് ലൈഫ് എന്ന് കൊടുത്തു. ഓക്കെ, എന്നാൽ ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ രണ്ടിനും റീസെറ്റ് ചെയ്യാൻ, ലൈഫ് റീസെറ്റ് ചെയ്യാനാണ് ഞാനിത് കൊടുക്കുന്നത്, വാല്യൂസ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വെണ്ടർ ജെ എസിൽ എഴുതിയിരുന്ന ആ ഒരു ഫംഗ്ഷൻ റീസെറ്റ് ഗെയിം ഞാൻ വിളിക്കുന്നു. എന്നിട്ട് അത് വെണ്ടർ ഡോട്ട് ജെ എസിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ഗെയിം ഉണ്ട്, അതിൽ വാല്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ ഞാനിവിടെ ചൂസ് മാക്സ് ലൈഫ് എന്ന് വെച്ചാൽ ഫുൾ വാല്യൂ കൊടുക്കുന്നു. ഹെൽത്ത് എത്രയാണെന്ന് വെച്ചാൽ എത്ര ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മളത് കൊടുത്തു വയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ മനസ്സിലാവുന്ന വെച്ചാൽ ബോണസ് ലൈഫ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നില്ല. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബോണസ് ലൈഫൊക്കെ, അതൊന്നും നമ്മളിവിടെ റീസെറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ എന്താ പറയുക, ഹെൽത്ത് മാത്രം നമ്മൾ റീസെറ്റ് ചെയ്ത് ഗെയിം റീസെറ്റ് ചെയ്യുന്നത് മാത്രം. ഹെൽത്തും ഗെയിമും റീസെറ്റ് ചെയ്യുന്നു, പക്ഷേ ബോണസിൻ്റെ ആ ഒരു ഓപ്ഷൻ നമ്മളിവിടെ റീസെറ്റ് ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ചില ഗെയിം എന്തെങ്കിലും എൻഡായി കഴിഞ്ഞാൽ, സോ നമ്മുടെ ഗെയിമിൽ അവസാനിക്കുന്നത് 3 കേസിലാണ്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മോൺസ്റ്റർ ഡെഡ് എന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ പ്ലെയർ ഡെഡ് എന്ന് വെച്ചാൽ നമ്മൾ തോറ്റു, പിന്നെ അല്ലെങ്കിൽ ബോത്ത് ഡെഡ് എന്ന് വെച്ചാൽ 2 ഡ്രോ ആയിക്കഴിഞ്ഞാൽ. സോ ഈ 3 കേസിലാണ് ഈ 3 കേസിലാണ് ആക്ച്വലി നമ്മൾ എന്താ വെച്ചാൽ ഈ ഗെയിം എൻഡ് ആവുന്നത്. ഓക്കെ, സോ ഈ ചെക്സ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ഈ ഫംഗ്ഷൻ നെക്സ്റ്റ് ഷീറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റീസെറ്റ് ഫംഗ്ഷൻ വേണമെങ്കിൽ ഇവിടെ കോൾ ചെയ്യാം ഈ 3 സ്ഥലത്തും. ഇങ്ങനെ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വിളിക്കാം 3 സ്ഥലത്തും. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ കോഡിൽ ഒരു ഡ്യൂപ്ലിസിറ്റി വരുന്നുണ്ട്. കോഡിൽ സെയിം ഫംഗ്ഷൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഡ്യൂപ്ലിസിറ്റി വരുന്നത്. സോ ഇതെങ്ങനെ കൗണ്ടർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പാരലി നോക്കുന്നത്. ഓക്കെ, ഈ 3 സ്ഥലങ്ങൾ റീസെറ്റ് വിളിക്കുമ്പോൾ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ നമുക്കൊരു സ്മാർട്ട് അപ്രോച്ച് വേണം. അതെന്ന് വെച്ചാൽ ഈ കമ്പൈൻ ചെയ്യണം, നമ്മൾ എല്ലാ കണ്ടീഷനും കമ്പൈൻ ചെയ്തിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ വിചാരിക്കാം, നിങ്ങൾ ഫസ്റ്റ് വിചാരിക്കാം, ഞാൻ റിമൂവ് ചെയ്യട്ടെ ആദ്യം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് വിചാരിക്കും നമുക്ക് ഈ ഇഫ് കണ്ടീഷൻസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് എഴുതാന്നുള്ളത്. സോ അതൊരു അപ്രോച്ചാണ്. പക്ഷേ അതിനേക്കാളും കുറച്ച് നല്ല അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കണ്ടീഷൻ കമ്പൈൻ ചെയ്യുന്ന വരാം നമുക്ക് ഈ 2 കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഒന്നെങ്കിൽ മോൺസ്റ്റർ ഡെഡായോ അല്ലെങ്കിൽ കറണ്ട് പ്ലെയറും ഡെഡായോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഈ 2 കണ്ടീഷൻ മാത്രം മതി നമ്മുടെ കേസിൽ. എന്നിട്ട് ഇത് ട്രൂ ആണെങ്കിൽ റീസെറ്റ് നമ്മൾ എഴുതിയ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സെയിം. ഓക്കെ, സോ ഈ 1 ലൈൻ ആക്ച്വലി ഈ 1 ലൈൻ റീപ്ലേസസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 3 കണ്ടീഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇത് കുറച്ചുകൂടി ബെറ്റർ അപ്രോച്ചാണ്. ഈ കോഡ് കുറച്ചുകൂടി ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ കയ്യിൽ. അല്ലെങ്കിൽ നമ്മൾ വെച്ചാൽ ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കണം, ഓർ ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കണം, ഓർ ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കണം. അങ്ങനെ ആവശ്യമൊന്നുമില്ല. സോ നമ്മുടെ കേസിൽ വെച്ചാൽ ഐദർ മോൺസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്ലെയർ ഏതെങ്കിലും ഒരാളുടെ ലൈഫ് തീർന്നാൽ മാത്രം റീസെറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തു മാത്രം, കുറച്ചുകൂടി ഈസിയർ അപ്രോച്ചിന്. ഓക്കെ, സോ
നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിൽ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ എഴുതി കൊടുത്ത് വർക്ക് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. ഞാൻ എന്നിട്ട് അറ്റാക്ക് എടുത്തിട്ട് പ്ലെയർ ബോണസ് ലൈഫ് ഉണ്ട്, അപ്പോൾ പിന്നൊന്ന് അറ്റാക്ക് ചെയ്യാം, പിന്നെയും തോറ്റു. ബോണസ് ലൈഫ് എടുത്തിട്ടും തോറ്റു. അത് ഓക്കെ അടിച്ചപ്പോൾ റീസെറ്റായി ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ നമ്മുടെ ബോണസ് ലൈഫ് ഓൾറെഡി വർക്ക് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഈ റീസെറ്റും കറസ്പോണ്ടിങ്ങിലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗെയിംസ് ആക്ച്വലി ഈ ഗെയിം അത്യാവശ്യം നല്ല പോളിഷ്ഡ് ആയി എന്ന് പറയാം. ഓക്കെ, റീസെറ്റ് ഫംഗ്ഷന് എടുക്കുന്ന വർക്ക് ആവുന്നുണ്ട്. സോ ബേസിക്കലി റീഫിൽ മോൺസ്റ്റർ ഹെൽത്ത് റീസെറ്റ് ഫംഗ്ഷൻ എന്താ ചെയ്തത്, ഈ മോൺസ്റ്ററിൻ്റെ ഹെൽത്ത് റീഫിൽ ചെയ്യുന്നുണ്ട്, പ്ലെയറുടെ ഹെൽത്തും റീഫിൽ ചെയ്യുന്നുണ്ട്, പിന്നെ UI കറസ്പോണ്ടിങ്ങിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബോണസിൽ ലൈഫ് റിമെയിൻസ് കൺസ്യൂംഡ് ആണെങ്കിൽ ലൈക്ക് ബോണസ് ലൈഫ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എടുത്തുന്നുണ്ടെങ്കിൽ അത് കാണിക്കില്ല. സോ അത് നമ്മുടെ ഈ ഗെയിമിൻ്റെ ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ 1 ടൈം കൊടുക്കുന്നത് ബോണസിന്. ഓക്കെ, ബോണസ് ലൈഫ് എന്നുള്ളത്. സോ ഇവിടെ ഞാൻ ഇച്ചിരി ഈ റീസെറ്റ് ഫംഗ്ഷനോടുകൂടി ഈ ഇന്നത്തെ ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ നൗ എന്താ പറയുക, ഗെയിം ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആവുന്നുണ്ട് എവറി ടൈം. ലൈക്ക് എന്താ പറയുക, വിൻ ലോസ് ഡ്രോ എന്നീ കേസിൽ ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആവുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.